ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യവും 36-ാം വാക്യവും. പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വീണ്ടും 36-ാം വാക്യം. കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇതാ എന്ന് ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്. എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഇതാ എന്ന് ഈ പറഞ്ഞിരിക്കുന്ന തിരുവചനം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന ചോദ്യത്തിൻ്റെ മറുപടി നൂറ്റാണ്ടുകൾക്ക് ശേഷം തിരുവചനത്തിൽ ലഭിക്കുകയാണ്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അബ്രഹാമും ഇസ്ഹാക്കും ഒരുമിച്ച് നടന്ന് മോറിയ മല കയറുകയായിരുന്നു. മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിലേക്ക് അബ്രഹാം വിറകിട്ട് എടുത്തു വെച്ചു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അബ്രഹാമിൻ്റെ കയ്യിൽ തീയുണ്ട്, കത്തിയുണ്ട്. യാഗമൃഗത്തെ അറുക്കുവാനുള്ള കത്തിയുണ്ട്. വിറകിന്മീതെ കിടത്തി യാഗമൃഗത്തെ ദഹിപ്പിക്കുവാൻ അതിനുള്ള തീയുമുണ്ട്. എന്നാൽ അത് മാത്രമല്ല ഉള്ളത്. അത് പിന്നീട് ഇസ്ഹാക്ക് പറയുന്നിടത്ത് നമുക്ക് കാണാം. ഇസ്ഹാക്ക് പറയുന്നുണ്ട്, അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വിറകുമുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്. അവരൊരുമിച്ച് നടക്കുകയാണ്. വിറക് കെട്ട് അത് കഴുതയുടെ മേൽ നിന്നെടുത്ത് ഇസ്ഹാക്കിൻ്റെ ചുമലിലേക്ക് അബ്രഹാം വെച്ച് കൊടുക്കുകയാണ്. വളരെ ഹൃദ്യമായ ഒരു ചിത്രം നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. കഴുത ചുമന്നുകൊണ്ട് വന്ന് ആ വിറക് കെട്ട് മോറിയാമലയുടെ താഴ്വരയിൽ വന്നപ്പോൾ അബ്രഹാം കഴുതപ്പുറത്തുനിന്ന് എടുത്ത് ഇസ്ഹാക്കിൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇസ്ഹാക്ക് ആ വിറകെട്ടും ചുമന്നുകൊണ്ട് മോറിയാമല കയറുകയാണ്. അബ്രഹാം കത്തിയും തീയും കൈവശം വെച്ചുകൊണ്ട് മകൻ്റെ ഒപ്പം അബ്രഹാമും കയറിപ്പോകുന്നു. എന്താണ് ഈ പഴയ നിയമഭാഗത്തിൻ്റെ ആത്മീയമായ അർത്ഥം? പഴയ നിയമം എപ്പോഴും പുതിയ നിയമത്തിൻ്റെ നിഴലാണ് എന്ന് നമുക്കറിയാം. പുതിയ നിയമത്തിൽ പൊരുളായി വരുന്ന വസ്തുതകൾ പഴയ നിയമത്തിൽ നിഴലായി നമുക്ക് ലഭിക്കുകയാണ്. അബ്രഹാം വിറകിട്ട് കഴുതയുടെ മേൽ നിന്നെടുത്ത് ഇസ്ഹാക്കിൻ്റെ ചുമലിലേക്ക് വെച്ച് കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? കഴുതയാകുന്ന മനുഷ്യൻ, വെറും ഹീനമൃഗമാകുന്ന മനുഷ്യൻ, അവൻ ഭാരങ്ങൾ ചുമന്ന്, പാപം ചുമന്ന്, അകൃത്യം ചുമന്ന്, ജീവിതത്തിലെ പ്രാരബ്ധങ്ങളും ദുരിതങ്ങളും ചുമന്ന് അവൻ മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ തിന്മകളും അശുദ്ധികളും മ്ലേച്ഛതകളും ഹീനതകളും എല്ലാം ഈ മനുഷ്യൻ്റെ ചുമലിൽ നിന്നെടുത്ത് ഒരു പുരുഷൻ്റെ മേൽ വെച്ച് ഏൽപ്പിക്കുകയാണ്. ആ പുരുഷനാണ് ഇസ്ഹാക്ക് എന്ന് പറഞ്ഞിരിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. എൻ്റെ പാപങ്ങൾ, എൻ്റെ മ്ലേച്ഛതകൾ, എൻ്റെ ജീവിതത്തിലെ ദൂഷ്യങ്ങൾ എല്ലാം എൻ്റെ മേൽ നിന്നെടുത്ത് കർത്താവായ യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം ചുമത്തുകയാണ്. ഞാൻ ചുമന്നു വന്നത്, ഞാൻ വഹിച്ചു വന്നത്, ജീവിതത്തിൽ ഞാൻ പേറിക്കൊണ്ട് വന്നതായ എല്ലാ അകൃത്യങ്ങളും അശുദ്ധികളും എല്ലാ ദ്രവ്യാഗ്രഹവും സ്വാർത്ഥതയും അസൂയയും പകയും വിദ്വേഷവും എല്ലാ തിന്മയും
പൈശാചികമായ എല്ലാ ഭാവങ്ങളും എൻ്റെ മേൽ നിന്നെടുത്ത് നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം തൻ്റെ ഏകജാതനായ കർത്താവായ യേശുവിൻ്റെ ചുമലിലേക്ക് വെച്ച് ഏൽപ്പിക്കുകയാണ്. അബ്രഹാം പിതാവ് ആ വിറകെടുത്ത് ഇസാക്കിൻ്റെ ചുമലിന്മേൽ വെച്ചു. ഇസാക്ക് ആ വിറക് ചുമന്നുകൊണ്ട് വധസ്ഥലത്തേക്ക് നീങ്ങുകയാണ്. വളരെ വ്യക്തമായ ഒരു ചിത്രം നമുക്കവിടെ കിട്ടുന്നുണ്ട്. എന്താണത്? നൂറ്റാണ്ടുകൾക്ക് ശേഷം കർത്താവായ യേശുക്രിസ്തു തന്നെ ക്രൂശിക്കാനുള്ള ആ കുരിശും പേറിക്കൊണ്ട് ഗോകുൽത്തായിലേക്ക് കയറിപ്പോകുന്നതിന് ചിത്രമാണ് ഇവിടെ നിഴലായി നാം കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു ഗോകുൽത്തായിലേക്ക് നടന്നുപോയ അതേ വഴികളിൽ കൂടി തന്നെയാണ്, അതേ പാതയിലാണ് ഇസ്ഹാക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉറുകെട്ടും ചുമന്നുകൊണ്ട് നടന്നു കയറിയത്. മോറിയ മലയെന്നും ഗോകുൽത്ത എന്നും കാൽവറി എന്നും തലയോടിടമെന്നും എല്ലാം പറയുന്നത് ഒരേ സ്ഥലത്തെ നിർദ്ദേശിക്കുന്ന വാക്കുകളാണ്. ഒരേ സ്ഥലത്തിൻ്റെ ഭിന്ന ഭിന്ന പേരുകളാണ്, പല പേരുകളാണ്. ഇസ്ഹാക്ക് വിറകിട്ട് ചുമന്നുകൊണ്ട് പോയ അതേ വഴികളിൽ കൂടി വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു തന്നെ വധിക്കുവാനുള്ള, തന്നെ തൂക്കുവാനുള്ള കുരിശും ചുമന്നുകൊണ്ട് കയറി പോവുകയാണ്. അബ്രഹാം അറിയാം, മോൻ ഈ ചുമന്നുകൊണ്ട് പോകുന്ന ഈ വിറകുകെട്ടിന്മേൽ കിടന്ന് ദഹിക്കാൻ പോകുന്നു എന്ന്. അബ്രഹാമിനറിയാം, എൻ്റെ മോനെ ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് തന്നെ കത്തിയാൽ കൊന്ന് യാഗപീഠത്തിന്മേൽ വെച്ച് അവനെ വിറകിന്മീതെ കിടത്തി അവനെ ദഹിപ്പിക്കുമെന്ന്. ഇതെല്ലാം അബ്രഹാം അറിയുന്നുണ്ട്. മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ ചിന്തിക്കാവുന്നൊരു കാര്യമല്ലത്. മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭാവനയിൽ പോലും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരപ്പൻ്റെ കൈ മോൻ്റെ മേൽ കത്തി ആഴ്ത്തി ആ മോനെ കൊന്ന് ആ മോനെ ബലിയർപ്പിക്കുക ചിന്തിക്കാവുന്നൊരു കാര്യമല്ല. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന ആ കാര്യം അബ്രഹാം അനുസരിക്കാൻ തയ്യാറാവുകയാണ്. വിശ്വാസമുള്ളയിടത്ത് അനുസരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോകുകയാണ്, മുകളിലേക്ക് കയറി പോവുകയാണ്. അനുസരിക്കാനുള്ളതായ എളിമയോടും വിനയത്തോടും കൂടി അബ്രഹാം നടന്നു കയറുന്നു. ഈ അപ്പനെ ചേർന്ന് നടന്നുകൊണ്ട് വളരെ വിനയപൂർവ്വം, സ്നേഹത്തോടെ, താല്പര്യപൂർവ്വം വലിയൊരു കാര്യം ചെയ്യാൻ പോകുന്നുള്ളതായ വിചാരത്തോടെ ഇസ്ഹാക്ക് ഒപ്പം നടന്നു കയറുന്നു. പെട്ടെന്ന് ഇസ്ഹാക്ക് ഈ വിറകിട്ടും ചുമന്നുകൊണ്ട് അല്പനേരം നിന്നു. അപ്പാ എന്ന് വിളിച്ചു. എന്താ മോനെ എന്ന് ചോദിച്ചു. മോനെ എന്താകുന്നു മകനെ? അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം ഒരുക്കി. പക്ഷേ യാഗത്തിനുള്ളതായ ആട്ടിൻകുട്ടി എവിടെ എന്നാണ് ഇസ്ഹാക്ക് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ശബ്ദം തലമുറകളിലൂടെ ഇങ്ങനെ അനുരണനം ചെയ്തു. തലമുറകളിലൂടെ ആ ചോദ്യം അങ്ങനെ അന്തരീക്ഷത്തിൽ ലയിച്ചു നിന്നു. വർഷങ്ങൾ കഴിഞ്ഞ് ആ ചോദ്യത്തിൻ്റെ മറുപടി യോഹന്നാൻ സ്നാപകൻ യോർദാനാറ്റിൻ്റെ തീരത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ദൈവത്തിൻ്റെ കുഞ്ഞാട്, യാഗമായി തീർന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, യാഗമായി തീർന്ന് ലോകത്തിൻ്റെ പാപം സ്വന്തം ശരീരത്തിലേറ്റ് ലോകത്തിൻ്റെ പാപം മാറ്റിയ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ദൈവത്തിൻ്റെ അനുസരണമുള്ള കുഞ്ഞാട്, ദൈവത്തിൻ്റെ യാഗമായി തീർന്ന കുഞ്ഞാട്, ദൈവകോപത്തീയിൽ വെന്തെരിഞ്ഞ കുഞ്ഞാട്, പാപിയായ മനുഷ്യൻ്റെ പാപത്തോടുള്ള ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വന്യയിൽ, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അഗ്നിയിൽ കത്തിയെരിഞ്ഞ ദൈവത്തിൻ്റെ കുഞ്ഞാട്. സഹോദരങ്ങളെ, ഓർക്കുക, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇന്ന് നാം ഇത് ചിന്തിക്കുന്ന ഈ സമയത്ത് നാം ആ ചിത്രം കാണുക. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ പാപം വഹിച്ച്
നീയെ കുരിശും പേറി ഗോകുൽത്തായിലേക്ക് നടന്നു നീങ്ങിയല്ലോ. എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ എനിക്ക് വന്നുപോയി. ഞാൻ അറിഞ്ഞും അറിയാതെയും അനേകം പാപങ്ങൾ എനിക്ക് വന്നുപോയി. എൻ്റെ ജീവിതത്തിൽ അകൃത്യങ്ങളേറെ സംഭവിച്ചു പോയി. എൻ്റെ ചിന്തയിൽ പാപങ്ങൾ വന്നു, എൻ്റെ വികാരങ്ങളിൽ പാപങ്ങൾ വന്നു, എൻ്റെ വിചാരങ്ങളിൽ പാപങ്ങൾ വന്നു, എൻ്റെ ആഗ്രഹങ്ങളിൽ പാപങ്ങൾ വന്നു, എൻ്റെ മോഹങ്ങളിൽ പാപങ്ങൾ വന്നു. കർത്താവേ, എൻ്റെ വാക്കുകളിൽ പാപങ്ങൾ വന്നു, എൻ്റെ പ്രവൃത്തിയിൽ പാപങ്ങൾ വന്നു, എൻ്റെ ഓരോ ഭാവത്തിലും ഓരോ ചലനത്തിലും പാപങ്ങൾ വന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അനേകം പാപങ്ങൾ വന്ന് എല്ലാം ഞാൻ നാശയോഗ്യനായി തീരുന്നതിന് ഞാൻ തന്നെ വഴിവെച്ചു കൊടുത്തു. ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് പോകുന്നതിന് ഞാൻ തന്നെ വഴി തുറന്നു കൊടുത്തു. എൻ്റെ ശരീരം ഞാൻ പാപത്തിന് കൊടുത്തു, എൻ്റെ ചിന്തകൾ ഞാൻ പാപത്തിന് കൊടുത്തു, എൻ്റെ വികാര പ്രപഞ്ചം പാപത്തിന് കൊടുത്തു, എൻ്റെ ആശയഗതികൾ പാപത്തിന് കൊടുത്തു. പാപത്തിന് അധിപതിയായ പിശാച് എൻ്റെ തലമേൽ നൃത്തം ചെയ്തു, എൻ്റെ വിചാരങ്ങളിൽ നൃത്തം ചെയ്തു. പാപത്തിൻ്റെ അധിപതിയായ പിശാച് എന്നെ പന്താടിക്കൊണ്ടിരുന്നു, എന്നെ പാവ കളിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ പാപം നാഥാ, നീ കുരിശും പേറി എൻ്റെ പാപം നീ വഹിച്ച് നീ കുരിശിൽ മരിച്ചു. പാപത്തെ നീ ചുമന്നൊഴിച്ചു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അബ്രഹാം മകനോട് പറഞ്ഞു, മോനെ, ദൈവം കരുതിക്കൊള്ളും. നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 6-ാം വാക്യം മുതൽ വായിക്കാം. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ച് നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ, എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം തനിക്ക് വേണ്ടി ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും മകനെ. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിന് അനുഭവമുണ്ട്. അനുഭവത്തിൻ്റെ പിൻബലത്തിലാണ് അബ്രഹാം പറയുന്നത്. ദൈവം കരുതിക്കൊള്ളുമെന്നാണ് അബ്രഹാം പറയുന്നത്. അബ്രഹാമിൻ്റെ ഈ കണ്ട ജീവിതത്തിൽ കഴിഞ്ഞ 40 കൊല്ലമായിട്ട് അബ്രഹാം ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 40 വർഷമായി അബ്രഹാമിന് 10 പ്രാവശ്യം ദൈവത്തിൻ്റെ പ്രത്യക്ഷത ലഭിച്ചു കഴിഞ്ഞു. 10 പ്രാവശ്യം ദൈവം പലപ്പോഴായി അബ്രഹാമിന് പ്രത്യക്ഷനായി. ഓരോ പ്രാവശ്യവും അബ്രഹാമിൻ്റെ വിശ്വാസം ആഴത്തിലായിക്കൊണ്ടിരുന്നു. ദൈവം അബ്രഹാമിനോട് ഇടപെടുകയാണ്. ദൈവം അബ്രഹാമിന് വെളിപ്പെടുകയാണ്. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. ദൈവിക ശബ്ദം അബ്രഹാം കേൾക്കുകയാണ്. അബ്രഹാമിന് അനുഭവം കിട്ടി. അബ്രഹാമിനറിയാം ദൈവം കരുതുന്നവനാണെന്ന്, ദൈവം കാക്കുന്നവനാണെന്ന്. നിർജീവമായ എൻ്റെ ജഡം, നിർജീവമായ എൻ്റെ ശരീരം, മക്കളുണ്ടാവുകയില്ല എന്ന് തീർച്ചയായും തീരുമാനിക്കാമായിരുന്ന എൻ്റെ ശരീരം, അത് ജീവനുള്ള ദൈവം ചൈതന്യവത്താക്കി തീർത്ത് എനിക്കൊരു കുഞ്ഞിനെ കർത്താവ് തന്നു. ദൈവം എനിക്ക് തന്നതാണ്. ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞു, ഈ നിൻ്റെ മകനിൽ നിന്ന് തലമുറകൾ ഉദയം കൊള്ളുമെന്ന്, നിൻ്റെ മക്കൾ സന്തതി പരമ്പരയായി വർദ്ധിക്കുമെന്ന്, നിൻ്റെ മക്കൾ പെരുകി വരുമെന്ന്, ആകാശത്തിൽ നക്ഷത്രങ്ങളെ എണ്ണാമെങ്കിൽ നിൻ്റെ മക്കളെയും എണ്ണാമെന്ന്, അതുപോലെ അസംഖ്യം മക്കളുണ്ടാകുമെന്ന്, തലമുറകൾ വളർന്നു വരുന്ന ഒരു സന്തതി പരമ്പരയുടെ അപ്പനാകാനുള്ള ഭാഗ്യമാണ് നിനക്ക് വെച്ചിരിക്കുന്നത് എന്ന്. ഇതെല്ലാം കേട്ടു. വാഗ്ദത്തങ്ങൾ നിരന്തരം പ്രാപിച്ചു. അബ്രഹാം അതിൽ നിന്നെല്ലാം പുതിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അബ്രഹാം ഇസ്ഹാക്കിനെ ലഭിച്ച് ആനന്ദത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധനയുടെ സന്തോഷത്തിൽ മതിമറന്ന് ദൈവത്തെ ആനന്ദത്തോടെ പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും അബ്രഹാം ദിനരാത്രങ്ങൾ കഴിക്കുകയാണ്. അബ്രഹാമിനറിയാം എന്നോട് വാക്ക് പറഞ്ഞ ദൈവം അവൻ വാഗ്ദത്തം പാലിക്കുന്നവനാണെന്ന്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മെസൊപ്പൊട്ടോമിയായിൽ നിന്ന് എന്നെ പുറപ്പെടുവിച്ച ദൈവം, എൻ്റെ ദൈവമേ, മെസൊപ്പൊട്ടോമിയയിലെ ആ നദീതീരത്ത് നിന്ന് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ആ നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണടിയിൽ നിന്ന് എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് ഈ കനാലിലേക്ക് കൊണ്ടുവന്ന് ജീവനുള്ള ദൈവം,
അവൻ വിളിച്ചിറക്കിയവനാണ്, അവൻ എന്നെ വഴിയിലിട്ടിട്ട് പോവുകയില്ല എന്ന് അബ്രഹാമിന് ബോധ്യമുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ളതായ പരമബോധ്യം, ദൈവവിശ്വാസം, അവൻ എനിക്ക് മതിയായവനാണ് എന്ന ബോധ്യം, എന്നെ വിളിച്ചിറക്കിയവൻ അവൻ വിശ്വസ്തനാണ് എന്ന ബോധ്യം, എനിക്ക് പ്രത്യക്ഷനായ ദൈവം അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണെന്നുള്ള ബോധ്യം. പലപ്പോഴും ഞാൻ ആവശ്യപ്പെടാതെ എനിക്ക് പ്രത്യക്ഷനായിക്കൊണ്ടിരുന്ന ദൈവം, ഞാൻ കാത്തിരിക്കാതെ എനിക്ക് പ്രത്യക്ഷനായ ദൈവം, ഞാൻ ഒരുങ്ങാതെ എനിക്ക് പ്രത്യക്ഷനായ ദൈവം, ഞാൻ വിളിച്ചപേക്ഷിക്കാതെ എനിക്ക് പ്രത്യക്ഷനായ ദൈവം, ഞാൻ എൻ്റെ ജോലി കാര്യങ്ങൾ മുഴുവൻ നടന്നപ്പോൾ എന്നെ വിളിച്ച് എന്നോട് സംസാരിക്കാൻ തിരുമനസ്സായ ദൈവം, ഒരു സത്യദൈവമുണ്ട് എന്ന് അബ്രഹാമിന് മനസ്സിലായി. ജീവനുള്ള ആ ദൈവം അവൻ എല്ലാം കാണുന്നവനാണെന്ന് അബ്രഹാമിനറിയാം, അവൻ എല്ലാം കരുതുന്നവനാണെന്ന് അബ്രഹാമിനറിയാം. എനിക്ക് ഏറ്റവും നല്ലത് കരുതുവാൻ ദൈവം ശക്തനാണെന്ന് അബ്രഹാമിനറിയാം. ദൈവം സ്നേഹമാണെന്ന് അബ്രഹാമിനറിയാം. അബ്രഹാമിന് ദൈവത്തോട് പരിഭവമില്ല, അബ്രഹാമിന് ദൈവത്തോട് പരാതിയില്ല, അബ്രഹാമിന് ദൈവത്തോട് നന്ദിയേ ഉള്ളൂ. അബ്രഹാം കൂടെ യാഗപീഠം പണിയുന്നുണ്ട്. നാം വായിക്കുന്നത്, അങ്ങ് നദിക്കക്കരയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം 10 സ്ഥലങ്ങളിൽ അബ്രഹാം യാഗപീഠം പണിതു എന്നാണ്. അബ്രഹാം യാഗപീഠം പണിതു, ചെല്ലുന്നിടത്ത് യാഗപീഠം പണിയുകയും യാഗമർപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ദൈവത്തോടുള്ള സഹിത്വത്തിലും ദൈവത്തോടുള്ള സംസർഗത്തിലും നിരന്തരം ആത്മാവിൽ ആനന്ദിച്ചു വന്ന ദൈവവൈതലിന് ഇപ്പോൾ സംശയമില്ല, എൻ്റെ ദൈവം അവൻ ജീവിക്കുന്ന ദൈവമാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല, അവൻ എന്നെ കാക്കും, അവൻ എൻ്റെ കാര്യം നോക്കും, അവൻ എന്നെ പരിപാലിക്കും, അവൻ എനിക്ക് വേണ്ടി കരുതും. അബ്രഹാമിന് സംശയമില്ല. അബ്രഹാം പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ചോദ്യം, അപ്പോൾ വിറകുണ്ട്, കത്തിയുണ്ട്, പക്ഷേ യാഗത്തിനുള്ളതായ ആട്ടിൻകുട്ടി എവിടെ എന്നുള്ള ചോദ്യം. അബ്രഹാം ഒന്ന് അമ്പരന്നു, ഒന്ന് തെല്ല്, ഒന്ന് മനസ്സൊന്ന് പതറിയോ. എന്താ പറയുക മോനോട്? മോനെ, നിന്നെയാണ് യാഗം കഴിക്കാനുള്ളതെന്ന് എങ്ങനെ പറയും? മുഖത്ത് നോക്കി എങ്ങനെ പറയും? എന്നാൽ പറയാതിരിക്കുന്നത് എങ്ങനെ? അബ്രഹാം ഒന്ന് ഓർത്തു, ഒന്ന് ചിന്തിച്ചു. എൻ്റെ ദൈവമേ, ആ അപ്പൻ്റെ ഹൃദയവികാരങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാമോ? ആ അപ്പൻ മനസ്സൊന്ന് പതറി. മോനോട് എങ്ങനെ പറയും? കുഞ്ഞേ, നിന്നെയാണ് യാഗം കഴിക്കാൻ പോകുന്നത്, ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്, പറയണം, പറയാതിരിക്കാൻ വയ്യ, പക്ഷേ ഇപ്പോഴെങ്ങനെ പറയും? അബ്രഹാം ഒന്ന് പതറി. പക്ഷേ അബ്രഹാം ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, മോനെ, അത് യഹോവ കരുതിക്കൊള്ളും. ദൈവം തനിക്ക് ഹോമയാഗത്തിൻ്റെ ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, അബ്രഹാം മനസ്സ് ഒന്നുകൂടി ഉറച്ചു. അബ്രഹാം ദൈവം കരുതിക്കൊള്ളുമെന്ന് പറഞ്ഞു. പ്രതിസന്ധി വരുമ്പോൾ ഒരു സെക്കൻഡ് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഞാൻ എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടത്? എന്താണ് ഞാൻ മറുപടി പറയേണ്ടത്? ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്, ഒരു ചോദ്യം വന്നിരിക്കുകയാണ്, ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്, ഒരു നിർണായക നിമിഷം വന്നിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഇവിടെ പ്രതികരിക്കേണ്ടത്? എന്താണ് ഞാൻ പറയേണ്ടത്? ഞാൻ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്? ഞാൻ എങ്ങനെയാണ് ഇവിടെ പെരുമാറേണ്ടത്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ വിളിച്ചിറക്കിയ ദൈവം തക്ക സമയത്ത് നിങ്ങൾക്ക് നാവിൽ ആലോചന തരും. ദൈവത്തിന് സ്തോത്രം. നാവിൽ തക്ക സമയത്ത് അവൻ ആലോചന വരച്ചു തരും. എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാം ഒരുപക്ഷെ അനുഭവങ്ങൾ പറയാൻ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എടുത്തിയാടിയൊന്നും പറഞ്ഞേക്കരുത്, എടുത്തിയാടിയൊന്നും സംസാരിക്കരുത്, ധൃതഗതിയിലൊന്നും നിങ്ങൾ പ്രവർത്തിക്കരുത്. ഒന്ന് ചിന്തിക്കുക. ലുക്ക് ബിഫോർ യു ലീപ്പ്. ചാടുന്നതിന് മുൻപ് ഒന്ന് നോക്ക്. ലുക്ക് ബിഫോർ യു ലീപ്പ്. എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ. ആലോചിച്ച് ഒന്ന് ചിന്തിച്ച് ഞാൻ എങ്ങനെ വേണം ഇവിടെ പെരുമാറാൻ, എന്താണ് എന്നിൽ നിന്ന് വരേണ്ട പ്രതികരണം ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളപ്പോൾ അവിടെ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്, അതല്ല. പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ കർത്താവേ, ഒരു സെക്കൻഡ്, അത് വേറെ ആരും അറിയണ്ട. എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, എൻ്റെ ജീവനാഥ, ഞാനിവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടത്? ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് അവൻ, ജീവനുള്ള ദൈവം, നിൻ്റെ നാവിന്മേൽ വരച്ചു തരും. ദൈവത്തിന് സ്തോത്രം. തക്ക സമയത്ത് മകനെ, നിൻ്റെ നാവിന്മേൽ അവൻ വരച്ചു തരികയും അവൻ നിന്നിൽ കൂടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വേണ്ടതുപോലെ വേണ്ട സമയത്ത് ചെയ്യുവാനുള്ളതായ നൽവരം നിനക്ക് തരും. അബ്രഹാം ഒന്ന് ചിന്തിച്ചു. അബ്രഹാം പറഞ്ഞു, മകനെ, യഹോവ കരുതിക്കൊള്ളും. ദൈവം തനിക്ക് ഹോമയാഗം കഴിക്കേണ്ടതിന് ഒരു ആട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവരെത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിതു, വിറകടുക്കി,
തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. എത്ര പെട്ടെന്നാണ് തിരുവചനത്തിൽ അത് പറഞ്ഞു പോകുന്നത്. നമുക്കത്ര പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ തൊട്ട് ചില കാര്യങ്ങൾ ത്വരിതയിൽ പറഞ്ഞു പോവുകയാണ്. എന്നാൽ എന്തെല്ലാം വികാര വിക്ഷുബ്ധമായ രംഗങ്ങളായിരിക്കും അവിടെ നടന്നത്, വികാരലോലമായ കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഏതെല്ലാം മാനസികമായ ടെൻഷൻ, മാനസികമായ സംഘർഷങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒന്ന് നിങ്ങൾ ഓർക്കൂ, മനസ്സംഘർഷങ്ങൾ വരുമ്പോൾ, ആന്തരികമായ സംഘട്ടനങ്ങൾ വരുമ്പോൾ, ഇന്നർ കോൺഫ്ലിക്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ പതറരുത്, നിങ്ങൾ തളരരുത്, നിങ്ങൾ ശാന്തമായി ദൈവത്തിൽ ആശ്രയിക്കുക. അബ്രഹാം നമുക്ക് ഉത്തമ ദൃഷ്ടാന്തം കാണിച്ചു തന്നു. എല്ലാം മനസ്സിലാക്കി തരാൻ നമ്മുടെ നാഥൻ നമ്മോട് കൂടെ ഇരിക്കട്ടെ. കർത്താവ് നമ്മളെ നയിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ നയിക്കട്ടെ. അവൻ്റെ കരം നിങ്ങളെ പിടിക്കട്ടെ. ഞാൻ കാണാതെ പിടിച്ചൊരു വാക്യമുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഉടയമ്പരാൻ പറയുകയാണ്, 32-ാം സങ്കീർത്തനത്തിലാണ്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20-22 വാക്യങ്ങളിൽ കാണാം, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവും അറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിനെന്ന് ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. എന്തോരാശ്വാസം! വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിനെന്ന് പിറകിൽ നിന്നൊരു വാക്ക് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 73 പറയും, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇതാ യഹോവയായ ദൈവം എൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ സഹിത്വത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആ സ്നേഹനിധിയുടെ പാവനപാദത്തിൽ നിങ്ങളുടെ ജീവിതം അർപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? നിത്യനായ ക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ നിങ്ങളെ തന്നെ അർപ്പിച്ചുകൊണ്ട് പുതുജീവിതം നയിക്കാൻ നിങ്ങൾക്ക് തീരുമാനം വരുന്നുണ്ടോ? അവനിതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ അവനെ തേടി മറ്റെങ്ങും പോകണ്ട. അവനെ തേടി നിങ്ങൾ തീർത്ഥയാത്രയ്ക്ക് നിങ്ങൾ യാത്ര ചെയ്യണ്ട. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഗോകുൽത്തായിൽ മരിച്ചവൻ, ഗോകുൽത്തായിൽ യാഗമായി തീർന്നവൻ നിങ്ങളെ തേടി ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ്റെ പാദപീഠത്തിൽ നിങ്ങളെ തന്നെ അർപ്പണം ചെയ്യൂ. അവനോട് പറയൂ, യേശുവേ, എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച രക്ഷക, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന നാഥ, ഇന്ന് ഞാൻ എന്നെ തന്നെ നിൻ്റെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മേൽ നിന്റെ തൃക്കരം വയ്ക്കണമേ, എന്നെ ആശീർവദിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ വഴി നടത്തണമേ, വേണ്ട വഴിയിൽ വേണ്ടതുപോലെ നടപ്പാനുള്ള കൃപ എനിക്ക് തരണമേ, എൻ്റെ കാര്യം നീ ഏറ്റെടുക്കണമേ. സമർപ്പിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ അരികിലേക്ക് എഴുന്നള്ളി വന്നതിനായി ഞങ്ങൾ ഇതിനെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളെ നടത്തുവാൻ, ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുവാൻ, ഞങ്ങളെ നയിക്കുവാൻ, ഞങ്ങളെ നേർപ്പാതയിൽ നടത്തുവാൻ, ഞങ്ങൾ ശുഭകരമായി നടപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കുന്നതിന്, കർത്താവേ, നിലത്തിൽ ഞങ്ങൾ നടത്തുന്നതിന്, നീ ഇന്നും ജീവിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ടവരുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.